TPM കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ്? ഇന്നത്തെ പരിപാടി ഒരു സ്പെഷ്യൽ പരിപാടിയാണ്, മീനായിട്ടുള്ള പരിപാടിയാണ്. അതെ, മീനറ്റ് പല പരിപാടിയും മീനായിട്ട് ഉണ്ടാവും, പക്ഷെ ആരും കാണാത്തൊരു വെറൈറ്റിയാണ് നമ്മൾ. അതെന്താണ്? അതൊന്ന് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് പറഞ്ഞു. അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെടുത്തു. അതാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത്. ബിസ്ക്കറ്റ് ഫിഷ്. അതൊരു അത് നമ്മൾ വെച്ചൊരു വെറൈറ്റി സംഭവമാണ്. അത് എല്ലാരും പല വീഡിയോയും ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളിതൊക്കെ ഒരു പുതുമ വേണം. ആരും നമ്മൾ ആകർഷിക്കണം. നാളേക്ക് എന്താ വരിക, മറ്റന്നാൾക്ക് എന്താ വരിക കാത്തിരിക്കണം. അതിനൊരു ആകാംക്ഷക്ക് ഒരു നല്ലൊരു പ്രശസ്തി ഉണ്ട് നമുക്ക്. അതുകൊണ്ടല്ലേ നമ്മള് വീട് ഉണ്ടാക്കാനും പറ്റണം, തിന്നാനും പറ്റണം, രുചിയും ഉണ്ടാവണം. ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. വെറുതെ അത് ഉപ്പുമുളക് കുത്തി കലക്കി കൊടുത്ത് കാര്യമൊന്നുമില്ല. അപ്പൊ ഉള്ളത് നല്ല വൃത്തിയിൽ ചെയ്യുക, അത് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുക, ആ ഒരു വീഡിയോയിൽ കാണിക്കുക. ഇതാണ് നമ്മൾ. അപ്പൊ ബിസ്ക്കറ്റ് ഫിഷ് ശരിയാക്കാനുള്ള, റെഡിയാക്കാനുള്ള അതിനുള്ള ചേരുവകൾ കംപ്ലീറ്റ് കൂട്ടിയിട്ട് ഞങ്ങൾ ഈ മീനിലേക്ക് ഇട്ട് ഒന്നിപ്പിക്കാൻ പോവാണ്, കുഴച്ച് മറിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചും വെള്ളുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ സ്പൂൺ ഉപ്പിട്ട്, സ്പൂൺ മുളക് പൊടി ഇട്ട്, കുരുമുളകാണ്, ശകലം കുരുമുളക് ഇട്ട് കൊടുക്കും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മസാല, വിനാഗിരി 1/2 ടീസ്പൂണ് വിനാഗിരി. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ, സ്റ്റാറായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ഫിഷ് 20 മിനിറ്റോളം നമ്മള് മസാല കൂട്ടിയത് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞാൽ കൂട്ടാൻ പോണത്. അപ്പൊ അത് റെഡി ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഈ പ്ലേറ്റിലിട്ട് വെച്ചിട്ടുള്ളത് കോംപ്ലക്സ് പൊടിയാണ്. പിന്നെ കോഴിമുട്ട, പിന്നെ മല്ലിച്ചപ്പ്. ഈ കോൺഫ്ലക്സ് പൊടിയില് നമ്മള് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില, മുളക് പൊടി. ആഹാ. അപ്പൊ ഈ മുട്ടയില് നമ്മള് മീൻ മുക്കുന്നുണ്ട്. മുട്ടയില് മീൻ മുക്കി, പിന്നെ നമ്മൾ കോൺഫ്ലക്സ് പൊടിയില് നമ്മൾ മീൻ കവർ ചെയ്ത് മതി, അത്ര മതി. അപ്പൊ നമ്മൾ അതാണ് സാധനം, എന്നിട്ട് വെറൈറ്റി സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ എന്ത് ബിസ്ക്കറ്റ് അതിന് പറയാം? ബിസ്ക്കറ്റ് ഫിഷ് ആണോ, ഫിഷ് ബിസ്ക്കറ്റ് ആണോ, എങ്ങനെയാണ് ഇതിന് പേര് വിളിക്കുക? ബിസ്ക്കറ്റ് ആണോ? ബിസ്ക്കറ്റ് റെഡി ആവും. അപ്പൊ അത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണതാ അടുപ്പിൽ വെച്ച്. അപ്പൊ മക്കളെ, പൊന്നാറ മക്കളെ, നമ്മളെ ബിസ്ക്കറ്റ് ഫിഷ് അത് റെഡി ആയിട്ടുണ്ടാ. അത് റെഡി ആയിട്ടില്ല, ചട്ടി കിടാൻ പോകണുള്ളൂ. മസാല ഒക്കെ തേച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, ചട്ടി കിടാൻ പോവാണ്. അപ്പൊ ഒരു 10 മിനിറ്റ് ഇല്ല, 10 മിനിറ്റല്ലോ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അടാറ് സംഭവം കാണട്ടാ. വെറൈറ്റി ആണ്. അപ്പൊ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മൾ ഫിറോസ് ഇതിൽ കൈയിടാൻ പോവാണ്. കൈ ഞാൻ പറഞ്ഞൊക്കെ കേട്ടാ. അത് കൈയിട്ട് നോക്കാം, അപ്പൊ ഇവരറിയാം. അപ്പൊ നമ്മള് ബിസ്ക്കറ്റ് ഫിഷ് തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഇതിൽ എണ്ണ ചൂടായിട്ടുണ്ട്, ഇടാൻ പോവാട്ടോ. അപ്പൊ സ്റ്റാർട്ട്. എന്താ അതിന്റെ ഒരു പൊരിയുന്നുണ്ടല്ലോ, സെറ്റല്ലേ? സെറ്റാണെന്ന് പറയണ്ട, എപ്പ സെറ്റാന്ന് ചോദിച്ചാൽ മതി. ഇത് ഇതിനുള്ളിൽ ഫിഷ് ഉണ്ടെന്നുള്ള അറിയില്ലട്ടാ. അതറിയില്ല, ബിസ്ക്കറ്റ് ആണ്. ഇത് കഴിക്കുന്നവർക്ക് അത് അറിയുള്ളൂ, ഇതിനുള്ളിൽ ഫിഷ് ഉണ്ടെന്നുള്ളത്. വരിക. അപ്പൊ ബിസ്ക്കറ്റ് ഫിഷ്, അപ്പൊ ചട്ടിയിൽ കിടന്നിട്ട് ഇങ്ങനെ പൊരിയാട്ടാ ബിസ്ക്കറ്റ് ഫിഷ്. അപ്പൊ അത് കറക്റ്റ് കണ്ടാല് ബിസ്ക്കറ്റ് തോന്നുള്ളൂ, ഉള്ളില് ഫിഷ് ഉണ്ടെന്ന് അറിയില്ല. എന്തായാലും അതൊരു 10 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ് കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തിന്ന് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് അറിയണം, അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് റിസൾട്ട് അറിയണം. പിന്നെ നമ്മളെ മസാല ബിസ്ക്കറ്റ് ഉണ്ടോ? മസാല ബിസ്ക്കറ്റ് ഉണ്ടോ? ബേക്കറിയിലൊക്കെ മസാല ബിസ്ക്കറ്റ് ഉണ്ടാവില്ലേ? അതേപോലെ അത് കാണും. അതിന്റെ മുകളിൽ വേപ്പിന്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, എരുമ്പുളിയൊക്കെ അതിലുണ്ടാവും. അതേമാതിരി ഇത് തയ്യാറായാലും കാണാം, അതായത് ഇത് ചട്ടിയിൽ നിർത്താൻ ആയിക്കോട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഒരു 5 മിനിറ്റ് കേട്ടോ. ബിസ്ക്കറ്റ് ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുത്തത് മാറ്റാൻ പോവാണ് കേട്ടോ. ആഹാ, സെയിം ബിസ്ക്കറ്റാണ്. അപ്പൊ അത് റെഡി ആയിട്ട് കേട്ടോ. ഓക്കെ.
അടിപൊളിയായിട്ടുണ്ട് നമ്മളെ ബിസ്ക്കറ്റ് ഫിഷ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. എന്നാ അഫ്സല എടുത്ത് കഴിക്ക്, റോസാ എടുത്ത് കഴിക്ക്. ആ അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ഫിഷ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നല്ലൊരു ടേസ്റ്റുള്ള ഐറ്റമാണിത്. പൊളിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക്, നല്ല സോഫ്റ്റാണ്. അതാട്ടോ ഞങ്ങൾ പൊളിക്കുന്നത് കണ്ടാൽ അറിയാം, നല്ല സോഫ്റ്റ് ഐറ്റമാണ് ബിസ്ക്കറ്റ് ഫിഷ്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കഴിച്ച് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് കൂടുതൽ അഭിപ്രായങ്ങൾ കഴിച്ചിട്ട് പറയാം. ഓക്കെ. അപ്പോൾ നമ്മളിതാ പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ചട്നി, മിൻറ്റ് ചട്നി ഒക്കെ ഉണ്ട് കേട്ടോ. മിൻറ്റ് ചട്നി അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ പതുക്കെ എടുത്ത് അങ്ങനെ കഴിക്കണം. കഴിച്ചാലുണ്ടല്ലോ അല്ലോ അടാറ് ടേസ്റ്റ്, സൂപ്പർ, അടിപൊളി മക്കളെ, പൊളിക്കും, ഒന്നും പറയാനില്ല, സൂപ്പറാണ്. ആ ഫിറോസിൻ്റെയൊക്കെ മുഖം കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയാണെന്ന്. കണ്ടാ ഫിറോസിൻ്റെ ആ ചിരി, പുഞ്ചിരി വിടർന്നു, കണ്ടില്ലേ? സംഭവം അടിപൊളിയാണ്. അപ്പോൾ ബിസ്ക്കറ്റ് ഫിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഓക്കെ.